2025 ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നടക്കാനിരിക്കെ നിതീഷ് കുമാറിൻ്റെ ഐക്യ ജനതാദളും BJPയും തമ്മിൽ വീണ്ടും ഉരസൽ അതിരൂക്ഷമായി കഴിഞ്ഞിരിക്കുകയാണ്. പ്രാദേശിക മേഖലകളിൽ വലിയ തോതിൽ ഒരു സംഘർഷാത്മക സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ദേശീയ തലത്തിൽ BJP ഐക്യ ജനതാദളിനെ കൂടുതൽ പരിഗണിച്ചില്ല എന്നുള്ള കാര്യം അവർക്ക് വലിയ രീതിയിൽ അസ്വാരസ്യം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. കേന്ദ്ര ക്യാബിനറ്റിൽ മന്ത്രിമാരുടെ എണ്ണം വെട്ടിച്ചുരുക്കുകയും ഏകാധിപത്യ നിലപാടെടുത്തും BJP അവരുടെ തന്നിഷ്ടം കാണിച്ചു എന്ന കാര്യത്തിൽ തിരിച്ച് മറുപടി പറയാൻ അറിയാത്തതുകൊണ്ടല്ല എന്ന രീതിയിലാണ് ഐക്യ ജനതാദൾ MPമാർ ഇപ്പോൾ പ്രതികരിക്കുന്നത്. BJPയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൂടുതൽ സൂക്ഷ്മതയോടെ നീങ്ങണം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ഐക്യ ജനതാദളിന് കൃത്യമായും പോകാൻ മറ്റ് ഓപ്ഷനുകൾ ഉണ്ട് എന്നുള്ള കാര്യം മറക്കരുത് എന്നാണ് നിതീഷ് കുമാർ വീണ്ടും ചൂണ്ടിക്കാണിക്കുന്നത്. RJD തന്നെ മാടി വിളിക്കുകയാണെന്നും RJDയും JDയുവും കോൺഗ്രസും ചേർന്നാൽ വീണ്ടും മഹാസഖ്യത്തിൻ്റെ അതായത് മഹാഗഡ്ബന്ധൻ സഖ്യത്തിൻ്റെ വീണ്ടും ഉള്ള സാധ്യതകൾ നിവർന്നു വരും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അത് ബീഹാർ ജനതയ്ക്ക് കൃത്യമായി തന്നെ മനസ്സിലായ കാര്യമാണ്. ഏത് നിമിഷം വേണമെങ്കിലും മറുകണ്ഠം ചാടാവുന്ന നേതാവാണ് നിതീഷ് കുമാർ എന്നുള്ളത് നരേന്ദ്രമോദിക്ക് നന്നായി അറിയാം. നരേന്ദ്രമോദി എന്തുകൊണ്ടാണ് തൻ്റെ ക്യാബിനറ്റിൽ ഐക്യ ജനതാദൾ അംഗങ്ങളുടെ എണ്ണത്തിൽ ആനുപാതികമായ മന്ത്രിസ്ഥാനം നൽകാത്തത് എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നിരീക്ഷണമാണ് ഇപ്പോൾ ഐക്യ ജനതാദൾ നടത്തിയിരിക്കുന്നത്. ഉദ്ദേശിച്ച സ്ഥാനമാനങ്ങൾ കിട്ടിയില്ലെങ്കിൽ അപമാനം സഹിച്ചു നിൽക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതേസമയം തേജസ്വി യാദവ് RJDയിൽ നിന്നുകൊണ്ട് തന്നെ വളരെ വ്യക്തമായ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു. നിതീഷ് കുമാർ വീണ്ടും ആലോചിക്കേണ്ടത് ആവശ്യമാണ്. സ്വന്തം പാർട്ടിയെ മുച്ചൂടം മുടിക്കാൻ BJP ഉരുമ്പിട്ടിറങ്ങിയിരിക്കുകയാണ് എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കുക. ഏത് നിമിഷം വേണമെങ്കിലും നിങ്ങളുടെ പാർട്ടി അണികളെ വലിച്ചു കൊണ്ടുപോകാൻ പാലം വലിക്കാനുള്ള കൃത്യമായിട്ടുള്ള അടവ് അവർക്കുണ്ട്. അതിനുള്ള നയങ്ങൾ അവരുടെ കയ്യിലുണ്ട്. അത് സൂക്ഷിച്ച് തന്നെയായിരിക്കണം നിങ്ങൾ ഡീൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ് RJD നേതാവായ തേജസ്വി യാദവ് പറഞ്ഞിരിക്കുന്നത്. പഴയ ബന്ധം വെച്ച് പറയുകയാണ്, ഇത് തീക്കളിയാണ് എന്നുള്ളത് നിങ്ങൾ ഓർക്കുക എന്നുള്ളതാണ് നിതീഷിന് കൊടുക്കുന്ന താക്കീത് പോലും. നിതീഷ് കുമാർ കൃത്യമായും ഒരു വേളയിൽ പറഞ്ഞിട്ടുമുണ്ട്, BJP MLAമാർ വലിയ രീതിയിൽ തങ്ങളെ സ്വാധീനിക്കാനും തങ്ങളെ പാലം വലിക്കാനും ശ്രമിക്കുന്നു എന്നുള്ളത്. ഐക്യ ജനതാദളിനെ പിളർക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം ഒരിക്കൽ നിതീഷ് പറഞ്ഞുകൊണ്ടാണ് മഹാഗഡ്ബന്ധനുമായി വീണ്ടും സഖ്യം ചേർന്നത്. എന്നാൽ കോൺഗ്രസ് പറയുന്നത് മറ്റൊരു കാര്യം കൂടിയാണ്. നിതീഷ് കുമാറിന് വിനാശകാലെ വിപരീത ബുദ്ധിയാണ്. സ്വന്തം പാർട്ടി തകർന്ന് തരിപ്പണമാകാൻ പോകുന്നതിൻ്റെ ഏറ്റവും അവസാന സൂചനകളാണ്. നിതീഷ് കുമാറിന് കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയുന്നില്ല. NDAയിൽ നിതീഷ് കുമാർ വെറും കറിവേപ്പില തന്നെയാണ്. 12 MPമാരെ BJPയിലേക്ക് ആക്കാൻ വലിയ താമസമില്ല എന്ന രീതിയിലേക്കാണ് BJP നേതൃത്വം ഇപ്പോൾ കളിക്കുന്നത്. അതായത് നിതീഷ് കുമാറിന് ഒരു വോയിസുമില്ല, ഒരു ശബ്ദവുമില്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് BJP പ്രസക്തി പോലും കൊടുക്കുന്നില്ല. ഇതിൽ നിന്നാണ് നിതീഷ് കുമാറിൻ്റെ യഥാർത്ഥ ശോചനീയ അവസ്ഥ മനസ്സിലാക്കേണ്ടതെന്ന് കോൺഗ്രസ് കൃത്യമായി പറയുന്നുമുണ്ട്.